പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ക്ലാസിക്കൽ ടെസ്റ്റാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. രാത്രി മക്കളോടുകൂടെ കിടന്നുറങ്ങുന്ന ഒരു ചങ്ങാതിയുടെ അടുത്ത് ചെന്നൊരാൾ അപ്പത്തിന് വേണ്ടി ചോദിക്കുന്നുണ്ട്. ചങ്ങാതി, എൻ്റെ ഒരു സ്നേഹിതൻ ഈ രാത്രിയിൽ എന്നെ കാണാൻ വന്നിരിക്കുന്നു. അവന് കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല, നിൻ്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് 2 അപ്പം വായ്പ തരിക. കർത്താവിൻ്റെ അടുത്ത് ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം ഇതല്ലേ. എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയാണ്, അച്ഛാ മോന് വയ്യ, അവന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയാണ്, കർത്താവെ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല, നീയൊന്ന് നോക്കണം. ഇതേ കാര്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ. കൂടെയുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ സ്വർഗത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കൊടുക്കാൻ മുട്ടിന്മേൽ നിന്ന് കരം വിരിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യരാകാൻ വേണ്ടിയിട്ടാണ് നിയോഗം. പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ, കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. നമ്മളങ്ങനെ വലിയ ആശ്രയത്വത്തിൽ ജീവിക്കുന്നുവെന്ന് തോന്നുമ്പോഴാണ് ചില മനുഷ്യരൊക്കെ ഓടി വന്ന് നമ്മളോട് പറയണ, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണേ. അച്ഛന്മാരോ സിസ്റ്റർമാരോ തന്നെ ആവണമെന്നില്ല. എത്രയോ പേര് നമ്മളോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കാവോ. കാരണം നമ്മൾ പ്രാർത്ഥിക്കണത്, നമ്മൾ കർത്താവിൻ്റെ തിരുമുൻപിൽ ഇങ്ങനെ ആശ്രയബോധത്തോടു കൂടെ നിൽക്കുന്നത് ഇവർ കണ്ടിട്ടുണ്ട്. ഇനി നമ്മുടെ നിയോഗം ഇതാണ്, അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവ് എൻ്റെ കയ്യിൽ എന്നെക്കൊണ്ടൊന്നും ചെയ്യാനില്ല, അവർക്ക് വേണ്ടിയിട്ട് നീ എന്തെങ്കിലും ചെയ്യേ. സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ചരൽ വിരിച്ചിട്ട് സെമിനാരിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് അച്ഛന്മാർ പറഞ്ഞു തന്നപ്പോൾ തുടങ്ങി ആളിങ്ങനെ അത്ഭുതത്തോടു കൂടെയാണ് മനസ്സിൽ കയറ്റിയിരിക്കുന്നത്. കർത്താവെ, ഈ സെമിനാരിയിൽ പഠിക്കുന്ന ബ്രദേഴ്സിനെയൊക്കെ അങ്ങയുടെ വിശുദ്ധരായ പുരോഹിതന്മാരാക്കി മാറ്റാൻ എനിക്കൊന്നും ചെയ്യാനായിട്ടില്ലെന്നേ. അവരോടെന്തെങ്കിലും സംസാരിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ടില്ല, അവർക്ക് പൈസയായിട്ട് കൊടുക്കാനായിട്ടില്ല, അവരെ നേർവഴിക്ക് നടത്താനായിട്ടുള്ള ഉപദേശം പറയാനായിട്ടുള്ള യോഗ്യതയില്ല. പിന്നെ ചെയ്യാനുള്ളത് ഇത് മാത്രമാണ്, തമ്പുരാനെ നിൻ്റെ കയ്യിലെല്ലാം ഉണ്ടല്ലോ, നീ എന്തെങ്കിലും ചെയ്യേ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ മുൻപിൽ ഇങ്ങനെ ചരലിന്മേൽ മുട്ടിന്മേൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇത് വലിയ സാധ്യതകളാണ് നമ്മുടെ മുൻപിൽ, നമ്മുടെ ഓരോരുത്തരുടെയും മുൻപിൽ തുറന്നിട്ടുകൊണ്ടിരിക്കുന്നത്. പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നൊരു കുഞ്ഞിന് വേണ്ടി നിങ്ങൾക്കൊരു നിമിഷം പ്രാർത്ഥിക്കാമല്ലോ. അത് ബുദ്ധിയില്ലാത്തത് കൊണ്ടോ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടോ എന്തും ആയിക്കോട്ടെ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാമല്ലോ. വഴിയിലൂടെ നടന്നു പോകുന്ന നേരത്ത് വലിയ വേദനകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെ കാണും. അല്ലെങ്കിൽ ഉച്ചവെയിലിൻ്റെ ആ ഒരു പൊള്ളലേറ്റുകൊണ്ട് ജോലി ചെയ്യുന്ന മനുഷ്യരെ കാണും. തളർന്നു വീണിരിക്കുന്നവരെ കാണും. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ കാണും. പിന്നെ മുടന്തി നടക്കുന്നവരെ കാണും. വേറൊന്നും ചെയ്യാനില്ലല്ലോ. വീട്ടിൽ ചെന്നിട്ട് നടയിൽ നിന്നുകൊണ്ട് കർത്താവ് കണ്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ, ഈ കണ്ടുമുട്ടിയ ഓരോരുത്തർക്കും വേണ്ടിയിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാമല്ലോ നമുക്ക്. കർത്താവ് എനിക്ക് ഒന്നും ചെയ്യാനായിട്ടില്ല, നീ നോക്കിയേക്കണേ. പുറത്തോട്ടൊന്നും പോവണ്ട, നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമല്ലോ. കർത്താവെ മടുത്തു, ഇതൊക്കെ ചെയ്ത് മടുത്തു, എല്ലാം ചെയ്ത് എൻ്റെ കഴിവിനപ്പുറം ഞാൻ ചെയ്തു നോക്കി, ഒന്നും ശരിയാവണില്ല, നിനക്ക് ചെയ്യാൻ പറ്റുമല്ലോ, ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. കൊൺറാഡ് എന്ന് പറയുന്ന തുണ സഹോദരൻ തൻ്റെ അടുക്കൽ വരുന്ന മനുഷ്യരുടെ സങ്കടങ്ങൾ കേട്ടിട്ട് തൻ്റെ മുറിയിൽ ചെന്ന് അവിടെ തുളച്ചു വെച്ചിരിക്കുന്ന ദ്വാരത്തിലൂടെ ദിവ്യസക്രാരിയിലേക്ക് നോക്കി കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്ന ഒരു മനുഷ്യൻ പിന്നെ വിശുദ്ധ കൊർണാടായിട്ട് മാറുന്നതിൻ്റെ കാരണം അയാൾ ഇവരുടെ സങ്കടങ്ങൾ ഏറ്റെടുത്തിട്ട് അത് കർത്താവിൻ്റെ മുൻപിൽ കൊണ്ടുപോയി കൊടുത്ത ആ കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഇവർക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ്. ഒരു പാലം കണക്കെ കർത്താവിനും പ്രിയപ്പെട്ടവർക്കും മധ്യേ ഒന്ന് നിന്നു കൊടുക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ഇന്നത്തെ സുവിശേഷം വരണേ. ഈ ഒരു രാത്രി നമുക്ക് പ്രാർത്ഥിക്കാൻ എത്രയോ മനുഷ്യരുടെ കാര്യങ്ങളുണ്ട്, എത്രയോ മുഖങ്ങൾ നമ്മുടെ ഉള്ളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. എത്രയോ പ്രയാസപ്പെടുകയും തളർന്നു പോവുകയും ചെയ്ത മനുഷ്യരെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മളുടെ ഉള്ളിൽ നിറയുന്നുണ്ട്. അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഈ നിമിഷം അവരെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ ഒരു കാര്യം പറയേണ്ട കർത്താവിനോട്, ഒന്നും പറയണ്ട, ഒരാവശ്യവും പറയണ്ട, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന മാത്രം നിറയുന്നൊരു രാത്രിയാവട്ടെ ഇത്.
അവരെല്ലാവരെയും, എൻ്റെ പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ഓരോരുത്തരെയും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ഉള്ളു നിറഞ്ഞ പ്രാർത്ഥനയുമായി കർത്താവെ ആശീർവദിക്കണമേ എന്ന്, അവരെ ഓരോരുത്തരെയും സ്വർഗീയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന അപേക്ഷയോടുകൂടെ കർത്താവിൻ്റെ അനുഗ്രഹത്തിനും ആശീർവാദത്തിനുമായി അവരെയും സമർപ്പിച്ച് അവരോടൊപ്പം നമുക്ക് മുട്ടിന്മേലായി. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കോൺവെന്റിന്റെ ആവൃത്തിക്കുള്ളിൽ ഇരുന്ന് ഒരു കൊച്ചു കന്യാസ്ത്രീ പ്രാർത്ഥിച്ചതിൻ്റെ ബലത്തില്, ആ പ്രാർത്ഥനയുടെ ശക്തിയില് കൊടും ക്രൂരനായിട്ടുള്ളൊരു കുറ്റവാളി മാനസാന്തരപ്പെട്ട് കൊലക്കയറിലേക്ക് പോകുന്നൊരു കാഴ്ചയുണ്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിൽ. അകലങ്ങളിൽ നിന്നുള്ള നമ്മുടെ പ്രാർത്ഥനകൾ പോലും ചില മനുഷ്യരുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചേക്കാം. വെറുതെ കളയരുത്. ഒരു രാത്രിയും ഒരു സമയവും ഒരു സെക്കൻഡ് പോലും കൂടെയുള്ളവർക്ക് വേണ്ടി, ഒരാൾക്ക് വേണ്ടിയിട്ടെങ്കിലും പ്രാർത്ഥിച്ചിട്ട് വേണം ഓരോ ദിവസവും ഉറക്കത്തിലേക്ക് പോകാൻ. സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.